ഹായ്, നമ്മുടെ ഇന്നത്തെ വർക്ക് ഓൾട്ടോന് ഒരു അണ്ടർ സീറ്റ് സബ് വെക്കുന്നതാണ്. ഈ അണ്ടർ സീറ്റ് സബ് ജീസോണിക്കിന്റെ വെച്ചേക്കുന്നത് 8 ഇഞ്ചിന്റെ സബ് വേറെ വെച്ച് നോക്കിയായിരുന്നു, പക്ഷെ അത്ര എഫക്റ്റ് ആയില്ല. അപ്പോൾ 10 ഇഞ്ചാണ് കസ്റ്റമർ സെലക്ട് ചെയ്തത്. അപ്പോൾ 10 ഇഞ്ചിന്റെ വെച്ച് നല്ല നല്ല അടിപൊളി എഫക്റ്റ് ആണ്, നല്ല എഫക്റ്റ് ആണ്. ജസ്റ്റ് കണ്ടു നോക്ക്, എങ്ങനെയുണ്ടെന്ന് അതിന്റെ അഭിപ്രായം നിങ്ങൾ പറയണം. നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലുകളിൽ കമന്റുകൾ ഇടുക, ലൈക്ക് ചെയ്യുക, കമന്റുകൾ ഇടുക. എന്നാലാണ് നമുക്ക് വീണ്ടും വീണ്ടും യൂട്യൂബ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഓൾട്ടോ റെഡിയാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി വയറിംഗ് ഒക്കെ വലിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ ഓൾട്ടോയിൽ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. ബാക്കിൽ ഡിക്കിയുടെ പേടയിലായിരുന്നു സ്പീക്കർ വെച്ചത്. അപ്പോൾ അതുകൊണ്ട് സ്പീക്കർ മറ്റേ സൗണ്ട് ഭയങ്കര വൈബ്രേഷൻ ആയിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ മാറ്റി ട്രെയിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വയറിംഗ് ഒക്കെ ഒരുവിധം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം സ്ലീവ് വയറാണ് ചെയ്യണത്. വയറിംഗ് കിറ്റിട്ടാണ് നമ്മൾ അമ്പിളി ഇത് പിടിപ്പിച്ചു കൊടുക്കുന്നത്. കാരണം വയറിംഗ് കിറ്റില്ലാണ്ട് പിടിപ്പിച്ചാൽ അത്ര എഫക്റ്റ് വരില്ല. ജീസോണിക്കിന്റെ അണ്ടർ സീറ്റ് സബ്ബാണ് ഇപ്പം ഇതിനകത്ത് വെച്ചേക്കുന്നത്. 8 ഇഞ്ച് നമ്മൾ വെച്ച് നോക്കി. അപ്പോൾ അത്ര അങ്ങോട്ട് എഫക്റ്റ് ഇല്ലെന്ന് തോന്നിയ കാരണം 10 ഇഞ്ചിലേക്ക് മാറിയത്. അപ്പോൾ 8 ഇഞ്ചും 10 ഇഞ്ചും വെച്ചേക്കണതിന് ഇത് നമുക്ക് കേൾപ്പിച്ച് തരാം. ഇതാണ് ജീസോണിക്കിന്റെ നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്ന സ്റ്റീരിയോ. 1 ഇയർ വാറണ്ടി ഉള്ളതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഇതാണ് 8 ഇഞ്ച് സബ്വൂഫർ. ഇതേപോലെ എല്ലാ കമ്പനിയുടെ സബ്വൂഫർ അവൈലബിൾ ആണ്. സോണി, പൈനിയർ, കെൻവുഡ്, JVC, ബ്ലോപങ്ക്, അങ്ങനെ എല്ലാത്തിനും അണ്ടർ സീറ്റ് അവൈലബിൾ ആണ്. അൺപ്ലഗ്, അമാൻ, അതുപോലെ ജീസോണിക്, മുസിമോ, പൈപ്പിയാനോ, അങ്ങനെ എല്ലാ വണ്ടികളിലും എല്ലാ ഇതിൻ്റെ ഇത് അവൈലബിൾ ഉണ്ട്. അണ്ടർ സീറ്റ് സബ് നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇതാണ് 8 ഇഞ്ചിന്റെ സൗണ്ട് വരുന്നത്. പിന്നെ ഇതാണ് നമ്മുടെ ട്രേ. ഇതിന്റെ ഡിക്കിന്റെ പേടയിലാണ് ട്രേ സ്പീക്കർ വെച്ചത്. അപ്പൊ നമ്മൾ സബ് വെക്കുമ്പോൾ ഭയങ്കര സൗണ്ടാണ്. ബാക്കിലും നമ്പർ പ്ലേറ്റും ഇതും കിടന്ന് അടിക്കുന്ന ടക്കടക്കടക്കടാന്ന് പറഞ്ഞ ഭയങ്കര വൈബ്രേഷൻ സൗണ്ടായിരുന്നു. അപ്പൊ അത് മാറ്റിയിട്ട് നമ്മൾ ഒരു ട്രേ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വർക്ക് ഇതാണ്, സബ് വൂഫറിന്റെ വർക്ക്. പിന്നെ ഓളിയം കൺട്രോൾ വരുന്നുണ്ട്. ജസ്റ്റ് ഒരു ഓളിയം കൺട്രോൾ ഉണ്ട്. പിന്നെ സ്റ്റിയറിംഗ് കവർ ഉണ്ട്. പിന്നെ സോണിയുടെ പഴയ മോഡൽ സ്റ്റീരിയോ ആണ്. അതാകുമ്പോൾ അത്രയും നല്ല എഫക്റ്റ് ഉണ്ടാവും സെറ്റിന്. ഇതാണ് നമ്മൾ തട്ട് വെച്ചേക്കണത്. ഇതിന് ഓൾറെഡി തട്ടുണ്ടായില്ല. നമ്മൾ ട്രേ വെച്ചിട്ട് ജസ്റ്റ് സ്പീക്കർ വെച്ച് കൊടുത്താണ് ചെയ്തേക്കണത്. വുഡിന്റെ ട്രേ ആണ്, പ്ലൈവുഡിന്റെ ട്രേ ആണ്. ഇതുപോലെ എന്തെങ്കിലും ഷോ ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിന്റെ മേളിൽ വെക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അതിൻ്റെ എല്ലാ പാർട്സുകളും ഇതാക്കിയിട്ടുണ്ട്. ഇതാണ് വണ്ടി. അപ്പോൾ ഓൾറെഡി എല്ലാ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ റെയിൻ ഗാർഡ് ഒട്ടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് റെയിൻ ഗാർഡ് ഉണ്ട്. ഇപ്പോൾ റെയിൻ ഗാർഡ് ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തേക്കുന്ന ഡോർ ഗാർഡ്, വണ്ടി മതിലിൻ്റെ അരിയിലൊക്കെ ഇട്ട് തുറക്കുമ്പോൾ വണ്ടി മുട്ടാണ്ടിരിക്കാൻ ഡോർ ഗാർഡ് വെച്ചിട്ടുണ്ട്. സെയിം കളർ വൈറ്റ് തന്നെയാണ് വെച്ചേക്കുന്നത്. അതുപോലെ അണ്ടർ സീറ്റിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ള് സീറ്റൊക്കെ ഫിറ്റ് ചെയ്തു. താഴെ കറക്റ്റ് മെഷർമെൻറ്റിലാണ് വെച്ചേക്കുന്നത്. അത് സീറ്റിൽ മുട്ടി ചെയ്ത് കഴിഞ്ഞാൽ വൈബ്രേറ്റ് ചെയ്യും. അപ്പോൾ അത് മുട്ടാണ്ട് വേണം അണ്ടർ സീറ്റ് വെക്കണമെങ്കിൽ. അതുപോലെ ട്രെയിനിൻ്റെ പരിപാടികൾ കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിൽ ഹോള് കംപ്ലീറ്റ് ഒട്ടിച്ചത്. ഹോൺ വെച്ചിട്ടുണ്ട്. റിലേ ഇട്ടാണ് വെച്ചേക്കണത്. മറ്റേ പാ എന്നുള്ള ഹോണാണ് വെച്ചേക്കണത്. വോൾസ്വാഗൺ പോളോനൊക്കെ വരുന്ന ടൈപ്പ് ഹോണാണ്. അപ്പം അങ്ങനെ എല്ലാവിധ വർക്കുകളും കഴിഞ്ഞ് ഇപ്പം നമ്മുടെ യൂട്യൂബ് ചാനലായ ഗാരേജ് വൈറ്റില നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റുകൾ ഇടുക. അതുപോലെ നമ്മുടെ എല്ലാത്തിലും നമ്മൾ റൈറ്റിംഗ് കൊടുക്കുക. നിങ്ങളുടെ സപ്പോർട്ട് കിട്ടിയാലാണ് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. അതുപോലെ ഹോം ഡെലിവറി അവൈലബിൾ ഉണ്ട്. കാർ AC വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ EMI നമുക്ക് EMI ഫെസിലിറ്റി ചെയ്ത് കൊടുക്കാം. ക്യാഷ് പ്രോബ്ലം ഉള്ളവർക്ക് EMI, ബജാജ് കാർഡ്, ക്രെഡിറ്റ് കാർഡൊക്കെ വെച്ചുള്ള EMI ചെയ്ത് കൊടുക്കാം. നമ്മുടെ യൂണിസെക്സ് സലൂൺ നമ്മുടെ സലൂണാണ്. അതുപോലെ ബ്രാൻഡ് നെയിമാണ് സംസം. ഓക്കെ, താങ്ക് യു.